ഭക്തിക്ക് പ്രാധാന്യം വരികയും ഭക്തി സർവോപരിയാണെന്ന് സാർവലൗകികമായി അംഗീകരിക്കുകയും ചെയ്തപ്പോൾ സമാജത്തിലേക്ക് വന്ന പരിണാമം ഋണാത്മകമാണോ ധനാത്മകമാണോ എന്നൊന്നും നാം വേണ്ട പോലെ ചിന്തിച്ചിട്ടില്ല. യജ്ഞകർമ്മങ്ങളിൽ വ്യഷ്ടിഗതങ്ങളായ കൃതകർമ്മങ്ങളിൽ ഈശ്വരാർപ്പണ ബുദ്ധിയാ യജ്ഞത്തിൽ സമർപ്പിക്കുമ്പോൾ എൻ്റെ അല്ല എന്ന് അഗ്നിയെ, ജലത്തെ, പുഷ്പത്തെ, നിവേദ്യത്തെയൊക്കെ അർപ്പിക്കുമ്പോൾ യജ്ഞവും യാജ്ഞികനും നിരന്തരമായി തൻ്റെ പ്രാണനിലേക്ക് ഇതെൻ്റെയല്ല എൻ്റെയല്ല എന്നൊരു ബോധത്തെ സമർപ്പിച്ചിട്ട് നിത്യവും ചെയ്യുന്ന പരിശുദ്ധങ്ങളായ ചിന്തകൾ, കർമ്മങ്ങൾ പരിപക്വമായിത്തീരുകയും അത് ഭഗവാന് സൃഷ്ടിക്കുള്ള ഉപകരണമായിത്തീരുകയും ചെയ്യുന്നു. ഇന്ന് കാണുന്ന എല്ലാ വൈകല്യങ്ങളുടെയും കാരണം യജ്ഞരൂപമായി കർമ്മമില്ലാത്തതാണ്. യജ്ഞമെന്ന് പറയുന്നതൊരു ഹോമകുണ്ഡവും അതിൽ അഗ്നി ജ്വലിപ്പിക്കുന്നതും അതിൽ സമർപ്പിക്കുന്നതുമല്ല എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുകയും പുതിയ മാനങ്ങൾ നൽകി അവയെ നിഷേധിക്കുവാൻ പ്രേരിപ്പിക്കുകയും വൈദികങ്ങളായ വിധികളെ അവഹേളിക്കുകയും അതേ പാരമ്പര്യത്തിലിരുന്നു കൊണ്ട് അതിലെ തന്നെ ആശയങ്ങളെ പരമാവധി എടുത്തുകൊണ്ട് അവയെ നിഷേധിക്കുകയും ചെയ്യുമ്പോൾ പുരോഹിതനായ അഗ്നി അർപ്പിച്ച ഹവിസ് എൻ്റെയല്ല എന്ന് പറഞ്ഞ ഹവിസ് അതിൻ്റെ സൂക്ഷ്മവും സ്ഥൂലവും കാരണവുമായ അംശങ്ങൾ യജമാനന് കിട്ടുന്ന ലോകങ്ങളെ കൂടാതെ അതിലർപ്പിച്ചിരിക്കുന്നതായ സത്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈശ്വരൻ സൃഷ്ടിയെ നിർവഹിക്കുന്നു എന്നാണ് ഈ പറഞ്ഞത്. മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത അതിലെ 2-ാം അധ്യായം സാഖ്യയോഗമാണ്. പ്രഥമ ഭാഗമായ സാഖ്യ സന്ദർഭം കഴിഞ്ഞ് യോഗ സന്ദർഭത്തെ നാം വിലയിരുത്തി വരികയാണ്. അതിൽ ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം 48-ാം ശ്ലോകം എന്താണ് യോഗം? യോഗസ്ഥ കുരു കർമാണി സംഗം തെക്വാ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വ സമത്വം യോഗ ഉച്യത്തെ. ഈ ശ്ലോകമാണ് നാം കണ്ടുവരുന്നത്. അതിൽ യജ്ഞാദി അദൃഷ്ടകർമ്മത്തിൽ, യജ്ഞാദികൾ അദൃഷ്ടകർമ്മങ്ങളാണ്, അധികാര പരിത്യാഗവും പര അധികാര സമ്പാദനവും
ഈശ്വരാർപ്പണം കൊണ്ടാണ് ഉണ്ടാകുന്നത്. യജ്ഞകർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പണങ്ങളാണ്. ഈശ്വരാർപ്പണപൂർവകമായ യജ്ഞാദി അദൃഷ്ട കർമ്മങ്ങളിൽ ഒരുവൻ തൻ്റെ അധികാരത്തെ കർമ്മത്തിലൂടെ പരിത്യജിക്കുകയും പരസ്വത്വ ആപാദനം, പര അധികാര സമ്പാദനവും ഈശ്വരാർപ്പണ ബുദ്ധിയ ഉണ്ടാവും. ഈശ്വരാർപ്പണം കൊണ്ട് തൻ്റെ സ്വത്വം പരിത്യജിച്ചു. അത് ഈശ്വര സ്വത്വമായി. എപ്പോഴൊരു കർമ്മത്തിൽ വ്യഷ്ടി സ്വത്വം നഷ്ടപ്പെടുന്നു, ഈശ്വര സ്വത്വം പ്രതിഷ്ഠിക്കപ്പെടുന്നു, ആ കർമ്മം സമഷ്ടി അർത്ഥമായി. സമഷ്ടി ആധാരഭൂതമായ സ്വത്വമാണ് ഈശ്വരൻ. അതുകൊണ്ട് ഈശ്വരാർത്ഥം, സമഷ്ടിയർത്ഥം അത് വിനിയുക്തമായി തീരും, അവശ്യം തന്നെ. അപ്പോൾ ഏതെങ്കിലും ഒരു കർമ്മം നാം ചെയ്ത് ഏതെങ്കിലും മനുഷ്യർക്ക് നൽകിയാൽ അത് ഈശ്വരാർപ്പണമല്ല, സമഷ്ടിയർത്ഥമല്ല. അതിലൊരു വ്യക്തിയെ ഈശ്വരനായി കണ്ട് അയാളെ പൂജിക്കുകയാണ് ചെയ്യുന്നത്. രോഗികളെ, ബന്ധുജനങ്ങളെ, കുട്ടികളെ, പരിചയക്കാരെ, സ്നേഹിതന്മാരെയൊക്കെ സഹായിക്കുന്നത് നന്നാണ്. അതിലൊന്നും സമഷ്ടിയർത്ഥമാണ് കർമ്മം എന്ന് കരുതരുത്. സമഷ്ടിയർത്ഥം എന്നത് ഈശ്വരാർപ്പണ ബുദ്ധിയ ഉള്ളത് മാത്രമാണ്. ഈശ്വരാർപ്പണ ബുദ്ധിയ സമഷ്ടിയിൽ സമർപ്പിതമാവുമ്പോൾ അത് ഈശ്വരാർപ്പണമായി. മനുഷ്യനിൽ സമഷ്ടിയർത്ഥം ഗ്രഹിക്കുവാനുള്ള സാമർഥ്യമില്ല. അപ്പോൾ ഈശ്വരന് നിങ്ങളുടെ കർമ്മത്തിൻ്റെ ആവശ്യം, സാമർഥ്യം ഇവയൊക്കെ നോക്കുന്നത് സൃഷ്ടിയർത്ഥമാണ്. ഒരു കർമ്മം നാം ചെയ്യുന്നത് ഈശ്വരന് ആവശ്യമായി വരുന്നത് സൃഷ്ടിയർത്ഥമാണ്. സൃഷ്ടിക്ക് സമഷ്ടി സമർപ്പിത കർമ്മമാണ് അനിവാര്യമായുള്ളത്. മാത്രമല്ല, ഈശ്വരനിൽ കർമ്മം ഗ്രഹിക്കുന്നതിനുള്ള സാമർഥ്യമുണ്ട് സ്വമേധയ. ഈശ്വരന് നാം പാദ്യം, അർഘ്യം, നൈവേദ്യം, വസ്ത്രം ആദിയായവ സമർപ്പിക്കുമ്പോൾ പരമേശ്വരൻ അവയെ ഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പൂജ എന്നാണ് വിളിക്കുക. അതുപോലെ കൃതകർമ്മങ്ങളുടെയും കൂടി സമർപ്പണം കൊണ്ട് പരമേശ്വരൻ അവയെയും ഗ്രഹിക്കുന്നു. അത് പരമേശ്വരൻ്റേതാകുന്നു. അത് സമഷ്ടിയുടെ ഉപയോഗത്തിനായി തീരുന്നു. അനേക തലങ്ങളിൽ വ്യഷ്ടികൾ പരമേശ്വരനായി സമർപ്പിക്കുന്ന കർമ്മങ്ങളുടെ, കൃതങ്ങളുടെ ആകത്തുകയാണ് സമഷ്ടിയുടെ ഉപയോഗത്തിനായി തീരുന്നത്. കേവലം പരമേശ്വരൻ്റെ കാര്യം മാത്രമല്ല, ശാസ്ത്രീയമായി ചിന്തിച്ചാൽ ഇത് കൂടുതൽ ബോധ്യമാവും. കർമ്മങ്ങളുടെ എല്ലാം സമർപ്പണ വിധി പലയിടങ്ങളിലായി വിസ്തരിച്ചുപന്യസിച്ചിട്ടുണ്ട്. പുരോഹിതകൃത കർമ്മങ്ങളുടെ അർപ്പണം അത് യജമാനനു വേണ്ടിയാണ്. വൈദികിക്ക് യജ്ഞകർമാദികൾക്ക് ലോപം വന്നപ്പോൾ ഇതാണ് സംഭവിച്ചത്.
ഭക്തിക്ക് പ്രാധാന്യം വരികയും ഭക്തി സർവോപരിയാണെന്ന് സാർവലൗകികമായി അംഗീകരിക്കുകയും ചെയ്തപ്പോൾ സമാജത്തിലേക്ക് വന്ന പരിണാമം ഋണാത്മകമാണോ ധനാത്മകമാണോ എന്നൊന്നും നാം വേണ്ട പോലെ ചിന്തിച്ചിട്ടില്ല. യജ്ഞകർമ്മങ്ങളിൽ വ്യഷ്ടിഗതങ്ങളായ കൃതകർമ്മങ്ങളിൽ ഈശ്വര അർപ്പണ ബുദ്ധിയ യജ്ഞത്തിൽ സമർപ്പിക്കുമ്പോൾ എൻ്റെ അല്ല എന്ന് അഗ്നിയെ, ജലത്തെ, പുഷ്പത്തെ, നിവേദ്യത്തെയൊക്കെ അർപ്പിക്കുമ്പോൾ യജ്ഞവും യാജ്ഞികനും നിരന്തരമായി തൻ്റെ പ്രാണനിലേക്ക് ഇതെൻ്റെയല്ല എൻ്റെയല്ല എന്നൊരു ബോധത്തെ സമർപ്പിച്ചിട്ട് നിത്യവും ചെയ്യുന്ന പരിശുദ്ധങ്ങളായ ചിന്തകൾ, കർമ്മങ്ങൾ പരിപക്വമായിത്തീരുകയും അത് ഭഗവാന് സൃഷ്ടിക്കുള്ള ഉപകരണമായിത്തീരുകയും ചെയ്യുന്നു. ശാസ്ത്രദൃഷ്ടിയ, വൈദിക ദൃഷ്ടിയ ചിന്തിക്കുന്നതായാൽ ഇന്ന് കാണുന്ന എല്ലാ വൈകല്യങ്ങളുടെയും കാരണം യജ്ഞരൂപമായി കർമ്മമില്ലാത്തതാണ്. യജ്ഞമെന്ന് പറയുന്നതൊരു ഹോമകുണ്ഡവും അതിൽ അഗ്നി ജ്വലിപ്പിക്കുന്നതും അതിൽ സമർപ്പിക്കുന്നതുമല്ല എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുകയും പുതിയ മാനങ്ങൾ നൽകി അവയെ നിഷേധിക്കുവാൻ പ്രേരിപ്പിക്കുകയും വൈദികങ്ങളായ വിധികളെ അവഹേളിക്കുകയും അതേ പാരമ്പര്യത്തിലിരുന്നു കൊണ്ട് അതിലെ തന്നെ ആശയങ്ങളെ പരമാവധി എടുത്തുകൊണ്ട് അവയെ നിഷേധിക്കുകയും ചെയ്യുമ്പോൾ പുരോഹിതനായ അഗ്നി അർപ്പിച്ച ഹവിസ് എൻ്റെയല്ല എന്ന് പറഞ്ഞ ഹവിസ് അതിൻ്റെ സൂക്ഷ്മവും സ്ഥൂലവും കാരണവുമായ അംശങ്ങൾ യജമാനന് കിട്ടുന്ന ലോകങ്ങളെ കൂടാതെ അതിലർപ്പിച്ചിരിക്കുന്നതായ സത്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈശ്വരൻ സൃഷ്ടിയെ നിർവഹിക്കുന്നു എന്നാണ് ഈ പറഞ്ഞത്. പുരോഹിതകൃത കർമ്മങ്ങളുടെ അർപ്പണം യജമാനനു വേണ്ടിയാണ്. ബ്രാഹ്മണനെ കൊണ്ട് വിധിയാം വണ്ണം മൃത്യുഞ്ജയം ജപിപ്പിച്ചാൽ അതിൻ്റെ ഫലം ബ്രാഹ്മണന് ലഭിക്കില്ല, യജമാനന് ലഭിക്കും. കാരണം അവിടെ അർപ്പണം അങ്ങനെയാണ്. എന്നാൽ ഇതെല്ലാം വിധിപൂർവകമായിരിക്കണം. വൈദികരീത്യ വൈദികീയെ മാനിച്ച് വിധിപൂർവകമായിരിക്കണം ഈ കർമ്മങ്ങൾ.
വിധിപൂർവകമല്ലാതെ കർമ്മം യജമാനൻ ചെയ്താലും പുരോഹിതൻ ചെയ്താലും വ്യത്യാസമില്ല. കർമ്മം വിധിപൂർവകം ചെയ്യുക എന്നുള്ളതാണ് അനിവാര്യം. അതിലാദ്യം തന്നെ സങ്കല്പത്തിൽ പരസ്മൈ പദം വരുന്നു. രോഗനിവാരണാർത്ഥം മൃത്യുഞ്ജയ ജപം കരിഷ്യേ എന്ന് പറയണമോ കരിഷ്യാമി എന്ന് പറയണമോ? നിങ്ങൾ പൂജയ്ക്കിരുന്ന്, സ്വയം പൂജയ്ക്കിരുന്ന് പുരോഹിതനെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ കരിഷ്യേ എന്ന് പറയുന്നു. സ്വയം ഇരിക്കാതെ ചെയ്യുമ്പോൾ കരിഷ്യാമി എന്ന് പറയും. ഇതാണ് വ്യത്യാസം. ഇപ്രകാരം സങ്കല്പത്തിലും കൂടി പരാർത്ഥത ഉളവാകുന്നു. ഈ വിധികളെ അറിഞ്ഞു ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് യജ്ഞസങ്കല്പങ്ങൾക്കായിക്കൊണ്ടാണ് 6 ശാസ്ത്രങ്ങളും രൂപപ്പെട്ടിട്ടുള്ളത്. 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും. ശിക്ഷ ഉദാത്ത അനുദാത്ത സ്വരിതാദിഭേദേന ഹ്രസ്വദീർഘ പ്ലുതാദിഭേദേന ഒക്കെയുള്ള ശാസ്ത്രമര്യാദകൾ അറിയുന്നത് ശിക്ഷാശാസ്ത്രം വഴിയാണ്. ശബ്ദമയിയാണ്, ശബ്ദബ്രഹ്മമാണ് വേദം. അതുകൊണ്ട് അതിൽ തെറ്റുവരാൻ പാടില്ല. ശിക്ഷാശാസ്ത്രം അതിനുള്ളതാണ്. ശിക്ഷയും കൽപ്പവും വ്യാകരണവും ഛന്ദസ്സും 4 ശരിയായി എടുത്ത് പഠിക്കുമ്പോൾ വൈദിക കർമ്മത്തിൻ്റെ ശബ്ദാനുസന്ധാനത്തിൻ്റെ ലോകങ്ങളിൽ എത്ര വിപുലമായി നിൽക്കുന്നുവെന്ന് മനസ്സിലാക്കാം. നിരുക്തവും ജ്യോതിഷവും കൽപ്പവും ക്രിയാഭാഗങ്ങളിൽ എങ്ങനെ നിലകൊള്ളുന്നു എന്നറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പം യജ്ഞസങ്കല്പങ്ങളെ പഠിക്കുമ്പോൾ ഇത് വളരെ പ്രധാനമാണ്. അപ്പോൾ സങ്കല്പത്തിലും കൂടി പരാർത്ഥത, ഈ വിധികളെ അറിഞ്ഞു ചെയ്യുമ്പോൾ അത് പരാർത്ഥമാവും. ബ്രാഹ്മണകൃത കർമ്മം യജമാനാർത്ഥമാകുമ്പോൾ നാം പരമേശ്വരാർത്ഥം കർമ്മം ചെയ്താൽ എങ്ങനെ പരമേശ്വരൻ്റെതാകാതിരിക്കും? നിശ്ചയമായും ആകുക തന്നെ ചെയ്യും. അവശ്യമേവ അതായിത്തീരും. മീമാംസ ന്യായപ്രകാശത്തിൽ ആപദേവൻ ചോദിക്കുന്നുണ്ട്, ഋത്വിക് പുരോഹിതാദികൾ കർമ്മശാസ്ത്ര പ്രമാണം കൊണ്ട് യജമാനഗാമി ആവും. വോപദേവൻ്റെ ചിന്ത ഇങ്ങനെയാണ്: ഭഗവദ്ഗാമിയാകുന്നതിന് പ്രമാണമെന്ത് ചോദിച്ചിട്ട് അദ്ദേഹം തന്നെ ഉത്തരം നൽകി. യത് കരോഷി
യദശ്നാസി തത്കുരുഷ്വമതർപ്പണം. ഈ ഗീതാസ്മൃതിയാണ് അതിന് പ്രമാണമെന്ന്. ഭഗവത് അഭീഷ്ടമാവുമ്പോൾ ഈശ്വരാർത്ഥകൃത കർമ്മം ഈശ്വരൻ്റെ അടുത്തെത്തുന്നു. ഈശ്വരാർത്ഥകൃത കർമ്മം ഈശ്വരൻ്റെ അടുത്തെത്തിയാൽ പിന്നെ അതെന്താവും? ആ സത്കർമ്മങ്ങളെ നമ്മൾ ചെയ്ത ആ സത്കർമ്മങ്ങളെ ഉപയോഗിച്ച് ഈശ്വരൻ അതിലാപേക്ഷിതനായി സുന്ദര സൃഷ്ടി നടത്തുന്നു. അപ്പോൾ നമ്മൾ പായസവും മറ്റും ഉണ്ടാക്കുമ്പോൾ കുങ്കുമപ്പൂവും കിസ്മിസും എല്ലാം ഒരാൾ കൊണ്ടുവന്നാൽ അതുകൂടി ചേർക്കുമ്പോൾ പായസം ഗംഭീരമാകുന്നത് പോലെ സാമാന്യ സമഷ്ടി കർമ്മം കൊണ്ട് സൃഷ്ടിക്കൊരുങ്ങി. അപ്പോൾ ഭക്തകൃതമായ കിസ്മിസ്ഥാനീയ ഉത്തമ നിഷ്കാമ കർമ്മം ഭഗവാന്റെ അടുത്തെത്തിയാൽ അതുകൊണ്ട് ഭഗവത് സൃഷ്ടി സ്വയമേവ സുമധുരമാകുന്നു. കാശിയിൽ അതീവ പ്രസിദ്ധനായ ഒരു മഹാമണ്ഡലേശ്വർജി ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ഉദാരവാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് 10-40 മഹാത്മാക്കൾ താമസിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഗുജറാത്തിൽ പ്രവചനാർത്ഥം പോയി. ധാരാളം സേഠന്മാർ അദ്ദേഹത്തിന് ശിഷ്യരായുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രവചനം കൊണ്ട് ലോകർ അങ്ങേയറ്റം പ്രഭാവിതരായിരിക്കുന്നു. അതിനാൽ വലിയ സദ്യ ഈശ്വരപരങ്ങളായ പ്രവചനാദികൾ നടക്കുമ്പോൾ അന്നദാനം അതിലെ മുഖ്യ വിഷയമാണ്. അതുകൊണ്ട് വലിയ സദ്യയാണ് നടത്തിയത്. ഒരിക്കലൊരമ്മ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി കരയാൻ തുടങ്ങി. മഹാരാജ്, ഞാൻ ദരിദ്രയാണ്, എൻ്റെ ജീവൻ വ്യർത്ഥമാണ്. മണ്ഡലേശ്വർജി വിചാരിച്ചത് ആദ്യം വീട്ടിൽ ആഹാരത്തിന് വശമില്ല, അതിനാലാണ് കരയുന്നതെന്നാണ്. അതുകൊണ്ട് അദ്ദേഹം ആ മാതാജിയോട് പറഞ്ഞു, ഇവിടെ വന്ന് താമസിച്ച് എത്ര നാൾ വേണമെങ്കിലും ഭക്ഷണം കഴിക്കുക. ആ മാതാജി പറഞ്ഞു, അല്ല മഹാരാജ്, ഇക്കാര്യത്തിൽ ഞാൻ ദുഃഖിയല്ല. പിന്നെ എന്തിനാണ് ദുഃഖം? ഈ വലിയ വലിയ സേഠന്മാർ ഈ സദ്യയെല്ലാം നടത്തുന്നു, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആ മഹാത്മാവ് പറഞ്ഞു, അവിടുത്തെ ഈ ഭാവന തന്നെ ധാരാളമാണ്. മഹാത്മാഭാവത്തിൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ടൊന്നും എൻ്റെ ഹൃദയം സന്തുഷ്ടമല്ല മഹാരാജ്. അപ്പോൾ വളരെ സങ്കോചത്തോടെയാണ് അമ്മ നിന്നത്. അതുകൊണ്ട് എന്തു ചെയ്യാൻ പോകുന്നു? സങ്കോചമേതുമില്ലാതെ പറഞ്ഞുകൊള്ളുവാൻ മഹാത്മാവ് പറഞ്ഞു. ആ അമ്മ പറഞ്ഞു, 8 അണ എൻ്റെ സഹോദരൻ തന്നിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇതല്ലാതെ വേറൊന്നുമില്ല. പഴയ കാലത്തെ അണയാണ്, 8 അണയാണ്. മഹാത്മാവ് ഒരാളെ വിളിച്ച് ആ 8 അണ കൊടുത്ത് ഉപ്പും പഞ്ചസാരയും വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഒരണയ്ക്കുപ്പും 7 അണയ്ക്ക് പഞ്ചസാരയും വാങ്ങിക്കൊണ്ടുവന്നു. അന്ന് ഒരണയുടെ ഉപ്പ് എന്ന് പറഞ്ഞാൽ 1 തുലാമിൽ കൂടുതൽ കിട്ടും, 10 കിലോയിൽ കൂടുതൽ കിട്ടും. പഞ്ചസാരയും
ധാരാളം കിട്ടും. അത് വാങ്ങിക്കൊണ്ടുവന്നു. എന്നിട്ട് അത് എല്ലാവർക്കുമായി വിളമ്പി. മാതാവിന് സന്തോഷവുമായി. ഭോജനം വളരെ ഉത്തമമായി. ഇതാണ് ഭാവപൂർണമായ സമർപ്പണത്തിൻ്റെ പരിണാമം. നമ്മുടെ കൃതകർമ്മങ്ങളിൽ അല്പമേ ഉള്ളുവെങ്കിലും അതിനെ സമഷ്ടിപൂർവകമായി സമർപ്പിക്കുക. ആ അല്പം ഭഗവാൻ സ്വീകരിക്കുമ്പോൾ വരുംകാല സൃഷ്ടി മധുരമായിത്തീരും. കർമ്മങ്ങൾ എന്തുകൊണ്ടാണ് സദ്ഭാവനയോടെ സച്ചിന്തനത്തോടെ ചെയ്യണം എന്ന് പറയുന്നത്? അതിൻ്റെ കാരണം ഇതാണ്. അതുകൊണ്ട് ഭഗവാൻ പ്രസാദിക്കുകയും സമഷ്ടികർമ്മത്തിന് ഭഗവാൻ ഉപകാരിയായി നാം തീരുകയും ചെയ്യും. നമുക്ക് പ്രസാദമുണ്ടാവുകയും ചെയ്യും. ഉത്തമമായ ഈ ചിന്തയെ അർജുനനെ മുൻനിർത്തി ജനസഞ്ചയത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഉപദേശിച്ച ശ്രീകൃഷ്ണചന്ദ്രൻ്റെ മനോഹര വചസ്സുകളെ നമുക്കായി തന്ന വ്യാസപാദാന്തികത്തിൽ നമുക്ക് പ്രണമിക്കാം.